സാറ് പറഞ്ഞത് ശരിയാ. എൻ്റെ കടയിൽ തിരക്ക് കുറവാ. എനിക്കിവിടെ കസ്റ്റമേഴ്സിന് എത്തിക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് പറ്റുന്നൊരു കാര്യമുണ്ട്. ഐ ആം എൻ എഞ്ചിനീയർ. പൊതുവിൽ മലയാളികൾക്കിടയിൽ ഒരു ചൊല്ലുണ്ട്, ചന്ദ്രനിൽ ചെന്നാലും ഒരു ചന്ദ്രന്റെ ചായക്കട കാണും. സോ ചായ, ആ ചായ കുടിക്കാൻ വേണ്ടി നിങ്ങൾ ഇനി ചന്ദ്രനിലും പോകണ്ട, ഇവിടെയും വരണ്ട. അത് നിങ്ങളുടെ ഓഫീസുകളിലേക്ക് എത്തും. നല്ല കൈകൊണ്ടടിച്ച ഉഗ്രൻ ചായ. ഐ പ്രൗഡ്ലി പ്രസന്റ് ചൈനീസ് ഓൺ ഓട്ടോമേറ്റഡ് ബ്രൂയിങ് യൂണിറ്റ് അഥവാ അബു. അബു, ഓ മേക്ക് മീ ചായ്. ഓക്കെ. സർ, എനിക്ക് വ്യത്യാസം മനസ്സിലാവണില്ല. What a machine! What a performance! What a woman! Sorry. ഇറ്റ്സ് ഓക്കേ. ആ കാണുന്ന ഓരോ ഓഫീസിലും നമ്മുടെ അബു മെഷീൻ. ഇനിയാണ് ഉമ്മ നമ്മുടെ ജോലി തുടങ്ങാൻ പോകുന്നത്. ഫസ്റ്റ് യു ഹാവ് ടു ഫിനിഷ് ദാറ്റ് മെഷീൻ. ലെറ്റ്സ് ഡു ദിസ് ബ്രദർ. താങ്ക് യു സർ, താങ്ക് യു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതൊരാൾക്ക് ഞാൻ ചിരിച്ചോണ്ട് എഴുതി കൊടുക്കുന്നത്. ഒരുപാട് നാളായാലേ താൻ ഈ മൊമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. കുറച്ച് ലേറ്റ് ആയി പോയിന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മളൊക്കെ മിഡിൽ ക്ലാസ് അല്ലേ സർ. ഇങ്ങനെ ഒരു ദിവസത്തിലേക്ക് എത്താൻ ആരുടെ ഹെൽപ്പൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ സ്വയം കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് തന്നെ വരണം. അപ്പൊ കുറച്ച് വൈകിയാണെങ്കിലും എത്തും. അല്ല, എത്തി. ഓക്കെ, താങ്ക് യു. ₹1 crore ഓൺലി. 1 കോടി രൂപേ. അതെ, ഇനി ഉത്തരവാദിത്തങ്ങൾ കൂടുതലാ. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. ലക്ഷം, 10 ലക്ഷം, 1 കോടി. ഒരു പാർട്ട്ണർ വേണം. എന്തു പറയുന്നു പാർട്ട്ണർ? അത് വേണ്ടടാ, ഇത് നിന്റെ ഒരു അധ്വാനം. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ ഇതിന്റെയൊക്കെ ആളായിട്ട്, നമ്മുടെ മുന്നോടെ. അത് മതി. ദാ. പിന്നെ എനിക്ക് നീ ഇതുപോലെ ചെക്ക് തരണം. ഞാനേ 3 ദിവസം കഴിഞ്ഞാൽ ഇവിടെ പണിക്ക് എന്നിട്ട് 1 മാസമാവും. അന്ന് പറഞ്ഞില്ലേ 14,800 രൂപ ശമ്പളം. അതൊരു ചെക്ക് ലീഫില് 14,800 ഓൺലി എന്ന് എഴുതിയിട്ട് നീ എന്റെ കയ്യിലോട്ട് തരണം. എന്റെ ആദ്യത്തെ ശമ്പളം. അത് മേടിച്ച് എനിക്ക് പ്രൗഡ് ആവണം. മാഡം, മാഡം, ഞാൻ പ്രണയത്തിലാണ് മാഡം. ഐ ആം ഇൻ ലവ് വിത്ത് സൈക്കോ സൈമൺ. മാഡം, കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഞാൻ ആ ലൈബ്രറി പെറ്റി കിടക്കുക. എന്റെ തുപ്പൽ പതിയാത്ത ഒരു ബുക്കും അവിടെ ഉണ്ടാവില്ല.
പക്ഷെ അതിൽ നിന്നൊക്കെ വായിച്ച കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് കിട്ടി. ദിസ് ഈസ് എ മാസ്റ്റർ പീസ്. എനിക്ക് സൈമനെ തരൂ മാഡം, പ്ലീസ്. മാഡം, ആദ്യത്തെ സിനിമ എന്നുള്ളത് എന്റെ സ്വപ്ന. എന്റെ ജന്മത്ത് ഇതുപോലൊരു കഥ എനിക്ക് കിട്ടൂല. കാശായിട്ട് ഇപ്പൊ എന്റെ ഒന്നുമില്ല, പക്ഷെ ഇതിനൊരു പ്രൊഡ്യൂസർ വേണം. കാശൊന്നും വേണ്ട, ശരിക്കും സിനിമയാക്കൂ. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ സിനിമയാക്കും. മോൻ വാ, ഒരു ചായ കുടിച്ചിട്ട് ആ, പോവാം. ആയിക്കോട്ടെ. ഈ സൈമൺ കൊല്ലുന്ന 4ാമത്തെ കൊല്ലയുടെ മോട്ടീവില്ലേ? ആക്ച്വലി സൈമൺ ഒരു പാവാ. ബിസിനസ്സിലൊരു പ്രോബ്ലം ഉണ്ടായ സോൾവ് ചെയ്യാൻ നീ മെടുക്കണേ. ആ മെടുക്ക് സ്വന്തം ജീവിതത്തിലും കൂടെ ഉണ്ടാവുന്നത് നല്ലതാ. നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ പൊക്കോ, ഈ കണക്കൊക്കെ ഞാൻ നോക്കിക്കോളാം. പൊക്കോടാ, ഞാൻ നോക്കിക്കോളാം. അപ്പോ നാളെ പാല് കൂടുതൽ മേടിച്ചോട്ടോ. ഇവിടെ ഒരു ഇന്റർവ്യൂ എടുത്ത പിള്ളേർ പറഞ്ഞു കേട്ടു, ആള് കൂടും. മറിയം, താനൊരു കല്യാണം കഴിക്കുമോ? ചോദ്യം തെറ്റി. ഇനി എന്നെ ആര് കല്യാണം കഴിക്കും? അതാണ് ചോദ്യം. ജോബ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ്ടോ? അത് ജോബ് മാർക്കറ്റില്, ഇത് കല്യാണ മാർക്കറ്റ്. ഇവിടെ എന്റെ ഇത്ത പറയുന്ന പോലെ ഞാൻ സെക്കൻഡ് ഹാൻഡാ. ഇങ്ങനെ നാട്ടുകാരെ കുറ്റം പറയാൻ വരട്ടെ. ചിരിച്ചോണ്ടിരിക്കുന്നൊരു ഫോട്ടോ, ദേഷ്യപ്പെടാത്തൊരു ദിവസം, ഈ 2 കുറവല്ലേ എനിക്കുള്ളൂ. തമ്പി, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് വളർന്നവരാ. നമുക്ക് രണ്ടുപേർക്കും ഇപ്പോൾ 25 വയസ്സുണ്ട്. പക്ഷേ ലൈഫിൽ ഇപ്പോൾ എവിടെ നിൽക്കുന്നെന്ന് നോക്കിയേ. നിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എപ്പോഴും നീ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിനക്ക് ആരോടും ചോദിക്കേണ്ടി വന്നിട്ടില്ല. കരിയർ ആയിക്കോട്ടെ, ഹോബി ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, നിനക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കതില്ല. ആദ്യം ഉപ്പയും ഉമ്മയും, പിന്നെ അവർ അപ്പോയിന്റ് തന്നൊരു ഹസ്ബൻഡും. താനെന്താ വിചാരിച്ചേ? എനിക്കിങ്ങനെ കളിച്ചിരിച്ച് നടക്കാനൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? എനിക്കും വേണം ഫ്രീഡം. നടക്കോ? നടക്കും. ജയിക്കോ? ജയിക്കും. An introduction to native women, finance and time management. Okay. Final comparison. നിന്നെ മകനെന്ന് വിളിക്കാൻ സന്തോഷം, മകനെ ബോസ് എന്ന് വിളിക്കാൻ അതിലേറെ സന്തോഷം എന്ന് TM ഗുരുവിള. അതെ, കുട്ടി പെഴുന്നേക്കും. എനിക്ക് വീട്ടിൽ പോണം. തുടങ്ങിയാലോ? ഇപ്പൊ വരും. അതെ. ഉം